ഹായ് എവരിവൺ, എവർക്കും ട്രാപ്പ് ട്രേഡും ബലൂണിൻ്റെ ഒരു ലൈവ് ട്രാപ്പ് ട്രേഡിംഗ് വീഡിയോയിലെ സ്വാഗതം. ഇന്ന് ഈ തീയതി 23 സെപ്റ്റംബർ 2024 ഞാൻ ഇവിടുന്ന് ഒരു ഷോർട്ട് സൈഡിലോട്ട് എൻട്രിയാണ് എടുത്തിരിക്കുന്നത്. ഓൾറെഡി എൻട്രി എടുത്തിരുന്നു. ഓക്കെ, എൻട്രി എടുത്തതിന് വലിയ റീസൺ മാർക്കറ്റ് ഒന്ന് നല്ല രീതിയിൽ ഇന്ന് മാർക്കറ്റ് ക്യാപ് അപ്പ് തന്നതിന് ശേഷം കണ്ടിന്യൂസ് സൈഡ് വൈസ് ആയിട്ടുണ്ട്. ഓക്കെ, സൈഡ് വൈസ് ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ പ്ലാൻ കോൾ സൈഡിലോട്ടായിരുന്നു. ഏകദേശം ഈ ഏരിയയിൽ ഇവിടുത്തെ സ്റ്റോപ്പ് ലോസസ് ഒന്ന് ഹണ്ട് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് മുകളിലോട്ട് ബൈ ചെയ്യാനായിട്ടായിരുന്നു പ്ലാൻ. ഓക്കെ, അത് ബൈ ചെയ്യാണ്ട് നേരിട്ട് മാർക്കറ്റ് ഇതിനെ ഈ ഡേ ഹൈയെ അല്ല ഈ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ബ്രേക്ക് ചെയ്തു, പിന്നെ മുകളിലോട്ട് പുഷ് ചെയ്യുന്നത് പോലെ കാണിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ മാഗ്നിഫിയുടെ ഫ്യൂച്ചർ ചാർട്ട് ഓപ്പൺ ചെയ്തു. അതിനകത്ത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇതേപോലെ ഒരു വലിയൊരു റിജക്ഷൻ ക്യാൻഡിൽ വന്നതോടുകൂടിയാണ്. ഓക്കെ, അത് നോക്കുക, നിങ്ങൾക്ക് നോക്കിയത് മനസ്സിലാകും. 1 മിനിറ്റിന്റെ റിജക്ഷൻ ക്യാൻഡിൽ അത് നോക്കാം. ബ്രേക്ക് ഔട്ട് തന്നു, കണ്ടിന്യൂ ഇതേപോലെ ഒന്ന് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് തൊട്ടുടനെ തന്നെ ഇത്രയും വലിയൊരു എൻഗൾഫിംഗ് ക്യാൻഡിൽ കണ്ടതോടുകൂടി ഞാൻ അവിടെ നിന്ന് ഷോർട്ട് ചെയ്യണമെന്ന് 135 ക്വാണ്ടിറ്റി ഞാൻ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 135 ക്വാണ്ടിറ്റി ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഒന്ന് സ്ലോ ആൻഡ് സ്റ്റഡി ഒന്ന് കുറച്ചും കൂടി നേരം കൂടി മുകളിലോട്ട് പോകുന്നത് പോലെ കാണിച്ചിട്ട് മാർക്കറ്റ് താഴത്ത് വരാനുള്ള വളരെയധികം സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി ഒരു അപ് ട്രെൻഡ് ഉണ്ട്. കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങളിലെല്ലാം മാർക്കറ്റ് നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് മൂവ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്സൈഡ് മൂവ് ഓൾറെഡി മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഓക്കെ, ഞാനിതൊന്ന് ടൈം ഫ്രെയിം ഒന്ന് വലുതാക്കാം. 3 മിനിറ്റ് ടൈം ഫ്രെയിം ആക്കാം. നിങ്ങൾക്ക് മനസ്സിലാവും, ലാസ്റ്റ് ഡേയിൽ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, മാർക്കറ്റിൽ നല്ലൊരു മൂവ്, അപ്പ് സൈഡ് മൂവ് ഓക്കെ ഓൾറെഡി നല്ല രീതിയിൽ തന്നെ വന്നു. ഓക്കെ, വന്നതിന് ശേഷം കേട്ടോ ഇതിപ്പോഴും മുകളിലോട്ട് തന്നെയാണ് പുഷ് ചെയ്യുന്നത്. ഇത് നമുക്ക് നോക്കാം. ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടില്ല, സ്റ്റോപ്പ് ലോസ് മാനുവലിയാണ് ഇടാനായിട്ട് പ്ലാൻ. ഞാൻ ആ റീസൺ പറഞ്ഞുതരാം. മാർക്കറ്റ് മൂവായി, ബട്ട് ഈ ഏരിയയിലോട്ട് മാർക്കറ്റ് മൂവ് ആയപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് മൂവ് ആയപ്പോൾ നല്ല വോളിയം ഉണ്ട്. ഓക്കെ, അപ്പ് സൈഡിൽ വോളിയം ഉണ്ട്. ബട്ട് അതിനുശേഷം ഈ ഏരിയയെല്ലാം സെല്ല് ചെയ്യുന്നിടത്തോളം കാലം ഈ മാർക്കറ്റ് താഴ്ത്തു വരുന്നു. പിന്നെ സൈഡ് വേസ് ആയിട്ട് മാർക്കറ്റ് ഇങ്ങനെ വോളിയം തീർത്തും സൈഡ് വേസ് ആയി മാർക്കറ്റും നല്ല രീതിയിൽ തന്നെ സൈഡ് വൈസ് ആയി. പ്ലസ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ക്ലിയർ ഒരു W പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. അതിന് മുകളിൽ നിന്നാണ് മാർക്കറ്റ് ചാർട്ട് പാറ്റേണോടുകൂടി മൂവ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ലാസ്റ്റ് ഡേ ഹൈക്ക് എബോവ് ആണ്. ഓക്കെ, പ്രീവിയസ് ഡേ ഹൈക്ക് കണ്ടിന്യൂ കഴിഞ്ഞ 1.5 ഇപ്പോൾ ഏകദേശം 4 മണിക്കൂറായിട്ട് ഏകദേശം രാവിലെ നോക്കിയാൽ 4 മണിക്കൂറിന് മേലെയായി മാർക്കറ്റ് അതിന് മുകളിൽ തന്നെ സൈഡ് വേസ് ആയി. അതിനുശേഷം ബ്രേക്ക് ഔട്ട് തരികയാണ് ചെയ്തത്. അതിനുശേഷം 3 മണിക്കൂർ സൈഡ് വേസ് ആയതിനു ശേഷം ബ്രേക്ക് ഔട്ട് തരികയാണ് ചെയ്തത്. സോ മാർക്കറ്റ് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇത് ബ്രേക്ക് ഔട്ട് സക്സസ് ആകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഓക്കെ, ഈ ബ്രേക്ക് ഔട്ട് സക്സസ് ആകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാനിത് കോൾ സൈഡിലോട്ട് എൻട്രി എടുക്കാണ്ട് ഷോർട്ട് സൈഡിലോട്ട് ഒരു എൻട്രി പ്ലാൻ ചെയ്തത്. ഈ ഒരു ഏരിയ വരെയൊക്കെ ഒരു പ്ലാനിൽ ഒരു 300-350 പോയിന്റിൽ മൂവ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ആദ്യത്തെ പ്ലാൻ കറക്റ്റ് ആയിട്ടും ബൈ സൈഡിലോട്ട് തന്നെയായിരുന്നു. ഓക്കെ, അത് വോളിയത്തിനനുസരിച്ചാണ്. വോളിയം കൂടുന്നുണ്ടായിരുന്നു, ബട്ട് ഇവിടെ തീർത്തും എന്താ സംഭവിച്ച വോളിയം തീർത്തും കുറഞ്ഞു. ഓക്കെ, ഇവിടുത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ വോളിയം കുറഞ്ഞുകൊണ്ട് തന്നെ അവരെ മാർക്കറ്റ് ഡയറക്റ്റ് റിമൂവ് ചെയ്ത് ഞാൻ ഒരിക്കലും ബ്രേക്ക് ഔട്ടിൽ ചാടി കയറാറില്ല. ഓക്കെ, ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞതാണ് ഇതിന് മുകളിൽ ഞാൻ ചാടി കയറാറില്ല. അവിടെ ഞാൻ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുകയുള്ളൂ. ബിക്കോസ് ഈ വീക്കായിട്ടുള്ള സെല്ലേഴ്സിനെ ഓക്കെ, ഈ വന്നിട്ടുള്ള സെല്ലേഴ്സിൽ നിന്ന് മാർക്കറ്റ് റിമൂവ് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ ഈ പ്രീവിയസ് ഡേ ഹൈ കേബോ നിറയെ ബയേഴ്സും വന്നിട്ടുണ്ട്. ഈ ഡേ കേബോ ഇപ്പോഴും നിറയെ റീറ്റെയിൽ ആയിട്ടുള്ള ബയേഴ്സ് കയറിയിട്ടുണ്ട്. സോ അവരുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാനായിട്ട് മാർക്കറ്റ് ക്വിക്കായിട്ടൊന്ന് താഴ്ത്തു വരെ ഈ ഒരു ഏരിയയൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. ഇന്നലത്തെ ക്ലോസ് വരെയൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അതിനനുസരിച്ചാണ് ഞാൻ എൻട്രി എടുത്തിരിക്കുന്നത്. ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ടല്ല, കുറച്ചുകൂടി മാർക്കറ്റ് ഒന്ന് പുഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് ഒരു വോളിയത്തോടുകൂടി തന്നെയാണ് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തന്നിരിക്കുന്നത്. സോ മാർക്കറ്റ് ഒന്ന് പുഷ് ചെയ്യാം, ഒരല്പം വെയിറ്റ് ചെയ്തിട്ട് ഒരല്പം കൂടി മാർക്കറ്റ് മുകളിലോട്ട് വേണം. ഞാൻ ഇവിടുന്ന് ഒരല്പം ക്വാണ്ടിറ്റി, എൻ്റെ ബാലൻസ് ക്വാണ്ടിറ്റി ഒരു 45 ക്വാണ്ടിറ്റി കൂടി ഞാൻ ഇവിടുന്ന് ആഡ് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഏരിയയിൽ എത്തുകയാണ് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസസിനെ നൽകി ഞാൻ മാർക്കിനെ റെസ്പെക്ട് ചെയ്യും. മാർക്കറ്റിൻ്റെ എഗെയിൻസ്റ്റ് ഏകദേശം നിയർലി 145 പോയിന്റ് മൂവ് ആയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം നമുക്ക് പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ്. അതിനുശേഷം ഞാൻ ഈ ഏരിയയിൽ ഞാനൊരു ഫ്രഷ് എൻട്രി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. 45 ക്വാണ്ടിറ്റി ഞാൻ ഇവിടുന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 45 ക്വാണ്ടിറ്റി ഇവിടുന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ പൊസിഷൻ അല്പം ലോസിലാണ് നിൽക്കുന്നത്. പൊസിഷൻ കാണിച്ചു തരാം. നോക്കിയാൽ 10,000 ഒരു 10,000 രൂപയുടെ ലോസിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഓക്കെ, 10,000 ലോസിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ഇനി ചെയ്യാൻ പോകുന്നത് ഇതെൻ്റെ പൊസിഷൻ എങ്ങനെ ഞാൻ മാനേജ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇത്രയും ഞാൻ
മൂവായി, എൻ്റെ എഗെയിൻസ്റ്റ് മൂവായി. ഓക്കെ, എഗെയിൻസ്റ്റ് മൂവായിട്ട് ഞാൻ എന്തുകൊണ്ട് എൻ്റെ പൊസിഷൻ ക്ലോസ് ചെയ്യുന്നില്ല, ഞാൻ എങ്ങനെ എൻ്റെ പൊസിഷൻസിനെ മാനേജ് ചെയ്യുന്നു. കാരണം ഞാൻ ഈ ഏരിയയിൽ നിന്ന് ഒരു എൻട്രി, ഈ ഏരിയയിൽ നിന്ന് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയ എത്തിയാണെങ്കിൽ ഓക്കെ നിയർലി ഒരു 14,000 ലോസ് അക്സെപ്റ്റ് ചെയ്യും ഞാൻ ഈ ഒരു ഏരിയയിൽ. ഓക്കെ, 14,000 ലോസ് ഞാൻ ഈ ഏരിയയിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എൻ്റെ ഈ ഫേവറിൽ വരികയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയ എത്തിയാണെങ്കിൽ ഞാൻ ബിക്കോസ് എൻ്റെ പുതിയൊരു എൻട്രിയാണ് 45 ക്വാണ്ടിറ്റിയുടെ. ഓക്കെ, ഓൾറെഡി 135 ക്വാണ്ടിറ്റിയുടെ ഇപ്പോൾ ഓൾറെഡി ലോസ് ആണ്. ആ ലോസ് താഴത്തോട്ട് വരുന്തോറും കുറയും. ഓക്കെ, താഴത്തോട്ട് വരുന്തോറും ആ ലോസ് കുറയുകയും ഇവിടുത്തെ ഈ ക്വാണ്ടിറ്റി 45 ക്വാണ്ടിറ്റി എനിക്ക് പുതിയൊരു ഫ്രഷ് ഒരു പ്രോഫിറ്റ് പോലെ കാണിക്കുകയും അപ്പോൾ രണ്ടും കൂടി ചേർന്ന് ഏകദേശം ബ്രേക്ക് ഈവൻ ആകുമ്പോൾ ഞാൻ എൻ്റെ പൊസിഷൻസിനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫേവറിൽ ക്വിക്കായിട്ടാണ് വരുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെറിയൊരു പ്രോഫിറ്റ് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പൊസിഷൻസിനെ ഞാൻ എൻ്റെ പൊസിഷൻസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, 12,000 രൂപ വരെ ലോസിൽ പോയ ഞാനാണ്. ഓക്കെ, ലോസിൽ പോയ ഞാൻ 3,000 രൂപ, ഓക്കെ 3,000 രൂപ പ്രോഫിറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ടായി. ഓക്കെ, 3,000 രൂപ പ്രോഫിറ്റിൽ രണ്ടും ആദ്യത്തെ എൻട്രി ഓക്കെ എനിക്ക് 629 രൂപ നഷ്ടത്തിലും, രണ്ടാമത്തേത് 3,000 രൂപ പ്രോഫിറ്റിലും തന്നിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഞാൻ പ്രോഫിറ്റിൽ തന്നെയാണ് എക്സിറ്റ് ചെയ്തത്. ഓക്കെ, 12,000 രൂപ നഷ്ടമുണ്ടായതെടുത്ത് ഞാൻ 3,000 രൂപയ്ക്ക് ഞാൻ പ്രോഫിറ്റിലാണ് എക്സിറ്റ് ചെയ്തത്. അപ്പം നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ പാനിക്കാകാതിരിക്കുക. ഓക്കെ, അതായത് പേടിച്ച് പൊസിഷൻസ് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത് ഞാൻ മാർക്കറ്റിൽ ഈ ഏരിയയിൽ ഞാനൊരു എൻട്രി എടുത്തു. ഓക്കെ, ഈ ഒരു ഏരിയയിൽ എൻട്രി എടുത്തു. എൻ്റെ ഈ ഒരു ഏരിയയിൽ സ്റ്റോപ്പ് ലോസിൽ ഈ ഒരു ഏരിയയിൽ ഞാൻ എൻ്റെ രണ്ടാമത്തെ ഒരു പൊസിഷൻസ് ഞാൻ ഈ ഏരിയയിൽ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, അതുകൊണ്ടാണ് ഫുൾ ക്വാണ്ടിറ്റി ഞാൻ എടുക്കാതെ എൻ്റെ ഒരു കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ ബാലൻസ് വെക്കുന്നത്. ഒരു 70% ക്വാണ്ടിറ്റി എടുക്കുന്ന ബാക്കി 30% ക്വാണ്ടിറ്റി ഞാൻ ഇവിടുന്ന് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് എനിക്ക് എങ്ങനെ മനസ്സിലായത് മാർക്കറ്റ് പിന്നെ ഇവിടുന്ന് കണ്ടിന്യൂ ഇങ്ങനെ പോകാൻ സാധ്യതയില്ല. ബിക്കോസ് മാർക്കറ്റ് ആ വീക്ക്നെസ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അത് മനസ്സിലാക്കി എടുക്കണമെന്ന് ഡെയിലി ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റിൽ മാത്രം ട്രേഡ് ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ ബിഹേവിയർ എനിക്ക് തിരിച്ചറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഈ ഏരിയയിൽ നിന്ന് ഷോർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത്. ആദ്യമേ ബൈ ചെയ്യാനായിട്ടുള്ള പ്ലാൻ ആയിരുന്നു. ബിക്കോസ് ഈ ഏരിയ വരെയും സ്റ്റോപ്പ് ലോസസ് വരാൻ സാധ്യതയാണ്, ഹണ്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ ഒന്ന് വന്നിരുന്നാൽ ഞാൻ ഈ ഏരിയയിൽ നിന്ന് മുകളിലോട്ട് ട്രേഡ് ചെയ്തെടുക്കാനായിട്ടാണ് പ്ലാൻ. ബട്ട് മാർക്കറ്റ് എന്താ ചെയ്തത്, നേരിട്ട് ഇതിനെ ഈ ഒരു ചാർട്ട് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട്, ഓക്കെ ചാർട്ട് പാറ്റേൺ ഇവിടെ ഒരു ചാർട്ട് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് മുകളിലോട്ട് ബ്രേക്ക് ഔട്ടാണ് തന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് വിചാരിക്കപ്പോൾ ഈ ഹൈക്കേബോ നിരവധി ആളുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, നിരവധി റീറ്റെയിലേഴ്സ് ഈ ഹൈക്കേബോ ചാടി കയറും. അപ്പോൾ അവരുടെ ഫേവറിൽ മാർക്കറ്റിൽ നിന്ന് മൂവ് ആയെങ്കിലും കുറച്ച് ആളുകൾ ഈ ഒരു ഇതിന് മുകളിൽ പോയവരെ മാർക്കറ്റ് ട്രാപ്പ് ചെയ്തു. ഓക്കെ, ഈ ഒരു മൂവ് ഞാൻ നല്ല രീതിയിൽ താഴത്തോട്ട് പ്രതീക്ഷിച്ചാണ്. പക്ഷേ നമ്മുടെ ഫേവറിൽ വന്നില്ല. ഓക്കെ, ഞാൻ ഇന്ന് ചെയ്തൊരു തെറ്റ്, എൻ്റെ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്തത്. ഓക്കെ, ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. എന്താണെന്ന കാര്യം പിന്നെ ഇതൊരല്പം വൈഡ് ഈ ഏകദേശം നോക്കുകയാണെങ്കിൽ എത്ര പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂച്ചർ ചാർട്ടിൽ നോക്കിയാൽ നിയർലി ഒരു 200 പോയിന്റിൻ്റെ 210 പോയിന്റിൻ്റെ മാർക്കറ്റ് ഫേവർ എൻ്റെ എഗെയിൻസ്റ്റ് മൂവായി. അതായത് ഒരു 150 പോയിന്റോളം പ്രീമിയം 150 പക്ഷേ പ്രീമിയം അത്രയ്ക്ക് മുകളിലോട്ട് മൂന്നൂറും ഞാനതും ചെക്ക് ചെയ്തും പ്രീമിയം അത്രയ്ക്ക് അങ്ങോട്ട് എഗെയിൻസ്റ്റ് മൂവ് ആവുന്നില്ലായിരുന്നു. 135 ക്വാണ്ടിറ്റി ആയാലും 12,000 രൂപ നഷ്ടം വന്നത്. അതായത് 100 പോയിന്റിൻ്റെ പ്രീമിയം എനിക്ക് എഗെയിൻസ്റ്റ്. ഓക്കെ, 100 പോയിന്റിൻ്റെ പ്രീമിയം മൂവായി. ഓക്കെ, 100 പോയിന്റ് പ്രീമിയം 200 പോയിന്റ് മൂവായുള്ളൂ. 100 പോയിന്റ് പ്രീമിയമേ എഗെയിൻസ്റ്റ് ആയിട്ട് മൂവായുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഫീച്ചർ അല്പം വൈഡ് ആയിട്ടാണ് വെച്ചത്. അപ്പോൾ ഇത് നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഇത് ഒന്നും കോപ്പി ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഇത് നിങ്ങൾക്ക് തോന്നി ഇതൊരല്പം റിസ്കി ആയിട്ടുള്ള മാറ്ററാണ് ഞാൻ ഇതിങ്ങനെ പൊസിഷൻ മാനേജ് ചെയ്തത്. പക്ഷേ നിങ്ങൾ മാർക്കറ്റ് കണ്ടീഷൻ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് മാർക്കറ്റ് ആദ്യമേ നമുക്ക് ഒരു ഐഡിയ തരും മാർക്കറ്റ് ഇത് കണ്ടിന്യൂ വൺ സൈഡ് പോകാൻ സാധ്യതയുണ്ടോ. അത് ആ ഒരു മാർക്കറ്റ് കണ്ടീഷൻ അല്ല ഇന്ന് ഇവിടെ കാണിച്ചത്. ആദ്യത്തെ 4 മണിക്കൂർ സൈഡ് ബൈ സൈഡ് ഒരു ചാർട്ട് പാറ്റേൺ കാണിച്ച് മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് തന്നതാണ്. സോ ആ ബ്രേക്ക് ഔട്ട് ഫെയിൽ ആകാനായിട്ട് വളരെയധികം ചാൻസസ് കൂടുതലാണ്. സോ വരുന്ന ദിവസങ്ങളിൽ ഞാൻ മുകളിലോട്ട് പ്ലാൻ ചെയ്യുന്നതിന് പകരമായിട്ട് എപ്പോഴെങ്കിലും ഒരു ക്വിക്ക് ഫോൾ വരാനായിട്ടായിരിക്കും എൻ്റെ അടുത്ത ദിവസങ്ങളിലെ പ്ലാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ലാസ്റ്റ് ഡേ തൊട്ട് ഞാൻ എൻ്റെ മെമ്പേഴ്സ് ഓൺലി ആയിട്ട് ഞാൻ യൂട്യൂബിൽ 1-2 അഡ്വാൻസ് ലെവൽ ട്രാപ്പ് ട്രേഡിംഗ് വീഡിയോസ് അത് ട്രാപ്പ് ട്രേഡിംഗ്
ലൈവായിട്ട് എടുത്തുകൊണ്ട് തന്നെ. ഓക്കെ, ഇപ്പോൾ ഞാൻ ലൈവായിട്ട് എടുക്കുന്ന പല കാര്യങ്ങളും ഇത് സീക്രട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഞാൻ ഇതിനകത്തുനിന്ന് മനസ്സിലാകാത്ത കാര്യങ്ങൾ, ഇത് ട്രെൻഡിങ് ഡേ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ട്രാപ്പാം, അങ്ങനെ പല പല സീക്രട്സുകളും ഞാൻ മെമ്പേഴ്സ് കൊണ്ട് വീഡിയോയ്ക്കകത്ത് ഞാൻ പബ്ലിഷ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോ ഞാൻ ലാസ്റ്റ് ഡേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് മന്ത്ലി ബേസ്, മന്ത്ലി ഒരു 4-5 വീഡിയോ ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓരോ മന്തിനനുസരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്ത് കാണുക. ഓക്കെ, എനിവേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇവർക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.